എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളോട് പരിചയപ്പെടുത്തുന്ന കേരള PSC പരീക്ഷയിൽ SCR ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന SCR ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ കേരള PSC പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരള PSC പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ഈ ഒരു അധ്യായം നമ്മൾ പഠിക്കുക വഴി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പരീക്ഷകളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് തിരഞ്ഞെടുപ്പ് രീതികളുമായി ബന്ധപ്പെട്ട്, പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, പരോക്ഷ തിരഞ്ഞെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ എപ്പോഴും വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അധ്യായം പഠിക്കുക വഴി ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് ലഭിക്കും. അതൊക്കെ എപ്പോഴും PSC പരീക്ഷയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മേഖല നമ്മുടെ സിലബസിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് ചോദ്യങ്ങൾ പലപ്പോഴും ഈ ഒരു അധ്യായത്തിനുള്ളിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഗൈഡൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. അത് എപ്പോഴും ചോദ്യങ്ങളായിട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു അധ്യായം പഠിക്കുക വഴി നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അതിന്റെ ന്യൂനതകൾ, പരിഷ്കാരങ്ങൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദേശീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ആ ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായി കണക്കാക്കാനുള്ള കുറച്ച് വ്യവസ്ഥകളുണ്ട്. അതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്കിവിടെ പഠിച്ചെടുക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പും പ്രവചനശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയും കൂടി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക വഴി ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഈ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കട്ടിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട് നോക്കുക, ആദ്യ വോട്ടർ നേകി ഇന്ന് വീണ്ടും ബൂത്തിലേക്ക് എന്നതാണ് ആ ഒരു ന്യൂസ് കട്ടിങ്ങിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ശ്യാം സരൺ നേഹി എന്ന പേരാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്യാം സരൺ നേഹിയാണ്. 1951 ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് അദ്ദേഹം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്നത്. 1952-ലാണ് ആദ്യ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശൊക്കെ നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നൊക്കെ വളരെ ഉയരമേറിയ ഒരു പ്രദേശമാണ്. അവിടങ്ങളിലൊക്കെ മഞ്ഞ് വീഴ്ചയുണ്ട്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാർ തീരുമാനിക്കുന്നു 6 മാസം മുമ്പ് അവിടെ ഇലക്ഷൻ നടത്താമെന്ന്. അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന ശ്യാം സരൺ നേഹി എന്താണ് ആ ഒരു ചരിത്ര നിമിഷത്തിന് ഭാഗമാകുകയാണ്. അദ്ദേഹമാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ശ്യാം സരൺ നേഹി. അദ്ദേഹം 2022 നവംബർ 5-ാം തീയതിയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 106-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ചോദിക്കുകയാണെങ്കിൽ ശ്യാം സരൺ നേഹിയാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ തീയതി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. SCRT ഇങ്ങനെ കൊടുത്തുകൊണ്ട് 1951 ഒക്ടോബർ 25. ഇനി ചോദിക്കാവുന്നതാണ് അദ്ദേഹം അന്തരിച്ച തീയതിയും ചിലപ്പോൾ ചോദിക്കാം. 2022 നവംബർ 5-ാം തീയതിയാണ്. ഇനി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ അംബാസിഡറായിട്ട് കണക്കാക്കിയ ആരെയാണ്? ഈ പറയുന്ന ശ്യാം സരൺ നേഹിനെയാണ്. അപ്പോൾ ആ ഒരു പദവിയിലും എന്താണ് ഈ പറയുന്ന 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ അംബാസിഡർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ശ്യാം സരൺ നേഹി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാണ്, വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നല്ല ഒരു വ്യക്തിയെ നോക്കി, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നോക്കി, നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ നോക്കി, കാരണം ഇത് നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനാണ്, അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? വോട്ട് ചെയ്യാനായിട്ട് പോകണം. ആരാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഒരു വ്യക്തി ആരെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ വോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് ഓർക്കുക, വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അന്തരിച്ച തീയതി ഓർത്തിരിക്കുക, 2002 നവംബർ 5-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടറാണ്. ഇനി നമ്മൾ അടുത്തേക്ക് വരികയാണ്. അതായത് നമ്മളിവിടെ പഠിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്ററിൽ ഈ കൊച്ചു കൂട്ടുകാർക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ചെറിയൊരു ന്യൂസ്
കട്ടിംഗ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി നോക്കുക, ഇന്ത്യയിലെ ആദ്യ വോട്ടറായ ശ്യാം ശരൺ നേഗി വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പത്രവാർത്തയിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി എന്താണ് നേഗിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായല്ലോ. ജനാധിപത്യ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളയിൽ എന്താണ് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തും സാധാരണ പറയുകയാണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുകയില്ല എന്ന കാര്യം കൂടി ഓർക്കുക. ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. ജനാധിപത്യ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ എന്താണ് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതെ ജനാധിപത്യ വ്യവസ്ഥ എന്താണ് നിലനിൽക്കുകയില്ല. ഇതെല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്തരത്തിലൊരു ഇലക്ഷന് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ലോകസഭ ഇലക്ഷന്. ഇത് നോക്കുക, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം പരിശോധിക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം എന്ന് കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ എന്താണ്, ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ എന്താണ്, ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നത് എന്താണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ എന്താണ് സാധിക്കുന്നു. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്, ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. ഇനി നാലാമത് പറയുന്നത് എന്താണ്, ഭരണാധികാരികൾ ജനാഭിലാഷമറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് എന്താണ് കാരണമാകുന്നു എന്നും കൂടെ ഇവിടെ പറയുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു, ജനാധിപത്യത്തിൽ നമ്മളിവിടെ പരിചയപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. നാലാമത് പറയുന്ന ഭരണാധികാരികൾ ജനാഭിലാഷമറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് എന്താണ് തെരഞ്ഞെടുപ്പ് കാരണമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് എന്ത്, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ SCERT പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയല്ലോ, നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന എന്താണ്, ജനാധിപത്യ ഭരണക്രമമാണ്. എന്നാൽ ഈ രാജ്യങ്ങളിലെല്ലാം സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളും സമ്പ്രദായങ്ങളും എന്താണ്, വ്യത്യസ്തമാണ്. ചില രാജ്യങ്ങളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും മറ്റു ചില രാജ്യങ്ങൾ എന്താണ്, പരോക്ഷ തെരഞ്ഞെടുപ്പും സ്വീകരിച്ചിരിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വിവിധ പ്രാതിനിധ്യ സ്ഥാപനങ്ങളിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികൾ നമ്മളോട് ഇവിടെ പറയുകയാണ്. അതാണ് എന്ത്, നമ്മളിവിടെ ഒരു ചാർട്ടിലൂടെ നമ്മൾ ഇനി അങ്ങോട്ട് പരിചയപ്പെടും. നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി, അതോടൊപ്പം തന്നെ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമ്മൾ ആ ഒരു ചാർട്ടിലേക്ക് വരാം. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ ഈ ജനാധിപത്യ രാജ്യങ്ങളിലെ എന്താണ് തെരഞ്ഞെടുപ്പിലൂടെ അവിടുത്തെ ഭരണാധികാരികളെ എന്താണ് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ 2 രീതിയാണ്, ഒന്ന് പരോക്ഷ രീതിയും മറ്റൊന്നെന്താണ് പ്രത്യക്ഷ രീതിയും. പരോക്ഷ രീതിയും മറ്റൊന്നെന്താണ് പ്രത്യക്ഷ രീതിയും. അവ എന്താണെന്നാണ് ഇനിയൊന്ന് പഠിക്കുന്നത്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രതിനിധികളെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയാണ് നമ്മൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ലോകസഭ ഇലക്ഷൻ വരുന്നു, നമ്മൾ നേരിട്ട് എന്താണ് ഓരോ പ്രതിനിധിക്കും എന്താണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണോ അയാൾക്ക് പോയിട്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹം ലോകസഭയിൽ MP ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ്, ജനങ്ങൾ നേരിട്ടാണല്ലോ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കാറുണ്ടോ, ജനങ്ങൾ അയച്ച പ്രതിനിധികളാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് എന്ത്, പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ജനങ്ങൾ നേരിട്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലോകസഭയിലേക്ക് MP-നെ തെരഞ്ഞെടുക്കുന്നു, നമ്മുടെ നിയമസഭയിലേക്ക് MLA-മാരെ തെരഞ്ഞെടുക്കുന്നു, നമ്മുടെ വാർഡിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ എന്താണ്, നമ്മൾ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തി തെരഞ്ഞെടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന രാഷ്ട്രപതി ആയിക്കോട്ടെ, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, രാജ്യസഭാ അംഗങ്ങളായിക്കോട്ടെ, ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന ആരാണ്, നമ്മൾ ഈ തെരഞ്ഞെടുത്ത് വിടുന്ന MP-മാരോ MLA-മാരോ ആണ്. അതായത് നേരിട്ട് നമ്മളവിടെ പങ്കെടുക്കുന്നില്ല, പക്ഷെ നമ്മളിലൂടെ അവിടെ എത്തിയ വ്യക്തിയിലൂടെ എന്താണ്, ഇവർ ഈ പറയുന്ന അധികാര സ്ഥാനത്തേക്ക് എത്തുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതി ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ പറയുന്നത്, നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, ആ 2 രീതിയിൽ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഈ 2 രീതിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് എവിടെയെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
ചോദിക്കാം. നോക്കുക, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നമ്മുടെ ലോകസഭയിലേക്ക്. നമ്മൾ ഇനി ഇലക്ഷൻ വരികയാണ്, എംപിനൊക്കെ തെരഞ്ഞെടുക്കാൻ നമ്മൾ നേരിട്ടാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുകയാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ലോകസഭയിലേക്ക്, നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക്, പിന്നെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, അതിലേക്കൊക്കെ എന്താണ് നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മുടെ കാൻഡിഡേറ്റിന് വോട്ട് രേഖപ്പെടുത്തി വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ വാർഡ് മെമ്പറായിട്ടോ മറ്റൊക്കെ വരുന്നത്. അതേ സമയത്ത് പരോക്ഷ തെരഞ്ഞെടുപ്പ് നോക്ക്, രാഷ്ട്രപതി ഇലക്ഷൻ പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ഈ എംപിമാർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ MLA-മാരാണ് അവിടെ എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഇലക്ട്രൽ കോളേജ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരെല്ലാമാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ SCRT ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു പ്രത്യക്ഷ രീതിയിലുള്ള തെരഞ്ഞെടുപ്പല്ല, മറിച്ച് എന്താണ് പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഉപരാഷ്ട്രപതിയും തെരഞ്ഞെടുക്കുന്നത് പരോക്ഷ രീതിയിലാണ്, രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പരോക്ഷ രീതിയിലാണ്. അതോടൊപ്പം ഓർത്തിരിക്കുക, ഇവിടെ നോക്കുന്നു, ഇത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ്. നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ നേരിട്ടാണ്. അതേ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്, ഈ വാർഡ് മെമ്പർമാരൊക്കെ പോയിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അതേ സമയത്ത് പഞ്ചായത്ത് മെമ്പറിന്റെ തെരഞ്ഞെടുപ്പ് എന്താണ്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇനി നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു, അത് ഒരു പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഈ പ്രതിനിധികളെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരു സ്കൂൾ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്, അതൊരു പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ നേരിട്ട് പങ്കാളിയാവുകയാണെങ്കിൽ അത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. നമ്മൾ ജയിപ്പിച്ചു വിട്ട ആ ഒരു വ്യക്തിയിലൂടെ വേറൊരു വ്യക്തി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ത്, തെരഞ്ഞെടുപ്പ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ നടക്കുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അതോടൊപ്പം രാജ്യസഭയിലേക്കൊക്കെ മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ എന്താണ് പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു, പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷ രീതിയിലാണ്. അതേസമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഓരോ വാർഡിൽ നിന്നൊക്കെ ജയിച്ചു പോയ മെമ്പർമാർ ആണ് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, അത് പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. പ്രത്യക്ഷ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതികൾ പരിചയപ്പെട്ടല്ലോ. ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണെന്ന് പറയുന്നു. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ എന്താണ്, തിരഞ്ഞെടുക്കപ്പെടുന്നു. ലളിതവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമായ തിരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഭൂരിഭാഗം ജനാധിപത്യ രാജ്യങ്ങളും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എന്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹം ജയിച്ചു, അതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. നമുക്കറിയാലോ, നമ്മുടെ ഇപ്പോൾ ഞാൻ വയനാടാണ്, അപ്പോൾ വയനാട് ഒരു മണ്ഡലമാണ് ഈ ലോകസഭാ ഇലക്ഷനിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് ഒരു മണ്ഡലമാണ്, തൃശ്ശൂർ ഒരു മണ്ഡലമാണ്, ആറ്റിങ്ങൽ ഒരു മണ്ഡലമാണ്. അങ്ങനെ 20 ലോകസഭാ മണ്ഡലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയായിരിക്കും എന്താണ് തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ വയനാട് ആയതുകൊണ്ട് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ അവിടെ ആരാണ് നമ്മുടെ MP ആയിട്ട് ഇരിക്കുന്നത്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് അദ്ദേഹം എന്താണ് MP ആയിട്ട് നിലവിൽ എന്താണ് നമ്മുടെ ലോകസഭയിലുണ്ട്. ഇനി എന്താണ്, എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ എത്ര സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും പറ്റുമോ, നമ്മളെ ആ ഒരു വോട്ടിംഗ് മെഷീൻ നോക്കുമ്പോൾ അതിൽ ഇത്രയും സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്ത വരും. പക്ഷെ അവിടെ ഓർത്തിരിക്കുക, ഇവിടെ എന്താ കൃത്യമായിട്ട് പറഞ്ഞത്, എത്ര സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും എന്താണ് മത്സരിക്കാം, എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും എന്താണ് മത്സരിക്കാം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് എന്താണ്, മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. പക്ഷെ നമ്മൾ ഈ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് വന്നേക്കാം. അപ്പോൾ അത് എന്താണ്, SCRT വായിച്ചു പോയതുകൊണ്ട് നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. ഇതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. സംസ്ഥാന നിയമ നിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായി അവർക്ക് എന്താണ് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പഠിക്കാറുണ്ട് 1:10 ലക്ഷം എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് 10 ലക്ഷം പേരെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി 10 ലക്ഷം പേരെ പ്രതിനിധീകരിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായിട്ട് അവർക്ക് എന്താണ് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി എവിടെയെല്ലാമാണ്? ലോകസഭയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നിയമസഭയിലേക്കോ ഒന്നുമല്ല, മറിച്ച് എങ്ങോട്ടാണ്? നമ്മുടെ രാജ്യത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, പരോക്ഷ രീതിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പ്രത്യക്ഷ രീതിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ പരോക്ഷ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നമ്മുടെ രാഷ്ട്രപതി, അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ രാജ്യസഭ എംപിമാര്, ആ തിരഞ്ഞെടുപ്പുകളിൽ എന്താണ് ഫോളോ ചെയ്യുന്നത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഫോളോ ചെയ്യുന്നത്. ഓർത്തിരിക്കണേ, ഒരിക്കലും മറക്കരുത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എവിടെയാണ് ഫോളോ ചെയ്യുന്നത്? ലോകസഭാ ഇലക്ഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ആണോ? അല്ല, മറിച്ച് രാഷ്ട്രപതി ഇലക്ഷനിലും ഉപരാഷ്ട്രപതി ഇലക്ഷനിലും ഒപ്പം നമ്മുടെ രാജ്യസഭ എംപിമാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനിലും. പിന്നെ എന്താണ് പറയുന്നത്? സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. ആരാണ്? നമ്മുടെ നിയമസഭയിലെ MLA-മാരാണ്. നമ്മുടെ സംസ്ഥാനത്തും നിശ്ചിതമായിട്ടുള്ള രാജ്യസഭാ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ MLA-മാരാണ് ഈ രാജ്യസഭ എംപിമാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായി അവർക്ക് എന്താണ് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ആനുപാതികമായിട്ട്. അതാണെന്ത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഇലക്ഷൻ നടന്ന ഏത് വ്യവസ്ഥയാണെന്ന് വെച്ചാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരും. നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് നിയോജക മണ്ഡലങ്ങളാണ്. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലകളായിട്ട് എന്താണ് തിരിച്ചിരിക്കുന്നു. ഈ ഭൂപ്രദേശ മേഖലകളാണ് നിയോജക മണ്ഡലങ്ങൾ. എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. ലോകസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ അനുപാതത്തിൽ 543 നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. നിലവിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഓരോ സംസ്ഥാനത്തും ജനസംഖ്യ അനുപാതത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. അപ്പൊ എന്താണ്? ലോകസഭാ മണ്ഡലങ്ങളുണ്ട്, ഒപ്പം എന്തുണ്ട്? നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്, അതേപോലെ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. കേരള സംസ്ഥാനത്ത് ഇപ്പോൾ 20 ലോകസഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. അപ്പൊ എന്താണ് നിയോജക മണ്ഡലം എന്ന് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ ഭൂപ്രദേശ മേഖലകളാണ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം എന്തായിരിക്കും? തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ അനുപാതത്തിൽ എത്ര നിയോജക മണ്ഡലങ്ങളായിട്ട് നിലവിൽ തിരിച്ചിട്ടുണ്ട്? 543. അതും നോട്ട് ചെയ്യുക. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഓരോ സംസ്ഥാനത്തും ജനസംഖ്യാ അനുപാതത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തും എന്താ അനുപാതത്തിൽ? ജനസംഖ്യാ അനുപാതത്തിൽ എന്താണ്? നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ എത്ര ലോകസഭാ മണ്ഡലങ്ങൾ? 20 എണ്ണം. എത്ര നിയമസഭാ മണ്ഡലങ്ങൾ? 140 ആണ്. ഇനി അടുത്തത് സംവരണ മണ്ഡലങ്ങളാണ്. ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പിന്തുടരുന്നതിനാൽ പ്രബല വിഭാഗക്കാർ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സമൂഹത്തിലെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉറപ്പുവരുത്തേണ്ടതില്ലേ? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഇത്തരം വിഭാഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്
ഭരണഘടനാ നിർമ്മാതാക്കൾ സംവരണ മണ്ഡലങ്ങൾ എന്ന തത്വം നടപ്പിലാക്കിയത്. ഇതുപ്രകാരം ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും അതേപോലെ തന്നെ പട്ടികവർഗക്കാർക്കും ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ജനസംഖ്യ ആനുപാതികമായിട്ട് എന്താണ് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. എന്താ ആനുപാതികമായിട്ട്? ജനസംഖ്യ ആനുപാതികമായിട്ട്. സംവരണം ചെയ്ത മണ്ഡലങ്ങളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരിക്കും എന്താണ് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്താണ് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരിക്കും. എല്ലാവർക്കും അവർക്കാണ് മത്സരിക്കാൻ ഈ ഒരു വിഭാഗക്കാർക്കേ പറ്റുള്ളൂ. എല്ലാവർക്കും എന്താണ് വോട്ട് ചെയ്യാൻ പറ്റും. ഇനി ലോകസഭയിൽ 84 സീറ്റുകൾ ഈ പറയുന്ന പട്ടികജാതിക്കാർക്കായിട്ടും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരും 14 സീറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന 14 സീറ്റുകൾ എന്താണ് പട്ടികജാതിയുമായി ബന്ധപ്പെട്ട് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റാണ്. ഇനി 47 സീറ്റുകൾ എന്താണ് പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിരിക്കുകയാണ് ലോകസഭാ ഇലക്ഷന്റെ. അപ്പൊ രാജ്യത്ത് എത്ര സീറ്റുകൾ പട്ടികജാതിക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 84. എത്ര സീറ്റുകൾ പട്ടികവർഗക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 47 പട്ടികവർഗക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന 47 സീറ്റുകൾ, പട്ടികജാതിക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത് എത്രയാണ്? 84 സീറ്റുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, സിമ്പിളായിട്ട് വായിച്ചു പോയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. എന്താണ് സംവരണ മണ്ഡലങ്ങൾ എന്നതാണ് പരിചയപ്പെട്ടത്. ഇനി സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് എന്നതാണ് അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്. സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് സംവിധാനം തെരഞ്ഞെടുപ്പുകളെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വ്യവസ്ഥകളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതലായവ. അപ്പൊ സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് വ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ. എല്ലാ 18 വയസ്സ് കഴിഞ്ഞവർക്കും നമ്മുടെ രാജ്യത്ത് വോട്ടവകാശമുണ്ട്. ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. ഇന്ത്യയിലെ ഒരു പൗരൻ എന്താണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന ആ പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്രായപരിധി എത്തിയിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിൽ എന്താണ് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഇനി സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുണ്ട്. അവര് മറ്റുള്ളവരിൽ നിന്ന് എന്താണ് സ്വതന്ത്രമായിട്ട് നിലകൊള്ളുകയാണ്. ആരെയും അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വാധീനിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് സഹായിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നോക്കുക, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ കുറിച്ച് ഈ കൊച്ചു ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പ്. ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ. അപ്പോൾ അവിടെ കുറച്ച് നിബന്ധന കൊടുത്തു. വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവർ, അതുപോലെ തന്നെ വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്തവർ. അപ്പൊ ഇത്തരത്തിലുള്ളവർക്കേ അന്നുണ്ടായിരുന്നുള്ളൂ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവിടെ ഒരു സമ്പന്ന വിഭാഗത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാം. അതേ സമയത്ത് ഈ താഴെക്കടയിലുള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഒരു വായനയിൽ. പക്ഷെ നിലവിൽ നമ്മുടെ രാജ്യത്ത് എന്താണ് എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. വോട്ട് ചെയ്ത പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് എന്ത്? വോട്ടവകാശം എന്ന് പറയുന്നത്. പ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാൻ സമ്മതിദായകർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവർ. നമ്മളൊക്കെ എന്താണ്? സമ്മതിദായകരാണ്, ഇലക്ടേഴ്സ് ആണ്. നമ്മളൊക്കെ എന്താണ്? സമ്മതിദായകരാണെന്ന കാര്യം ഓർക്കുക, ഇലക്ടേഴ്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? വോട്ടവകാശം. അപ്പോൾ വോട്ടവകാശത്തിലൂടെ എന്താണ് നമ്മൾ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇന്ന് ഇന്ത്യയിൽ എന്താണ്? വോട്ടവകാശം സാർവത്രികമാണ്, എല്ലാവർക്കും ഉണ്ട്. ഇനി ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ എന്താണ് പ്രായപൂർത്തിയായ എല്ലാവർക്കും എന്താണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സായ എല്ലാവർക്കും എന്താണ് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ അല്ലെങ്കിൽ പ്രദേശത്തിന്റെയോ ഒന്നും പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? വോട്ട് നിഷേധിക്കാൻ പാടില്ല. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുക? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. നിർദ്ദിഷ്ട ഫോറം 6 നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷ നൽകണം. ജനുവരി 1 18 വയസ്സ് പൂർത്തിയാക്കണം. പിന്നെ സമ്മതിദാന പ്രദേശത്ത് എന്താണ് 6 മാസ കാലയളവിൽ താമസക്കാരായിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. 6 മാസ കാലയളവിൽ അവിടെ എന്താണ് നമ്മൾ താമസക്കാരനാവണം എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കണമെന്ന് ഓർത്തിരിക്കുക. പിന്നെ നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. നിർദ്ദിഷ്ട ഫോറം 6 എന്താണ് നമ്മൾ അപേക്ഷ നൽകണം. പിന്നെ സമ്മതിദാന പ്രദേശത്ത് എന്താണ് 6 മാസ കാലയളവിൽ, എത്ര മാസം? 6 മാസം. 6 മാസ കാലയളവിൽ താമസക്കാരനാവണം
എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുക, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ അതിൽ ഉൾപ്പെടുത്താൻ കഴിയുക എന്നാണ് ചോദിച്ചത്. നിർദ്ദിഷ്ട ഫോറം 6 നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ നൽകണം ഉൾപ്പെടുത്താനായിട്ട്. ഇനി 18 വയസ്സ് പൂർത്തീകരിക്കണം. പിന്നെ സമ്മതിദാന പ്രദേശത്ത് എന്താണ് 6 മാസ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം, താമസിച്ചിരിക്കണം. എവിടെയാണോ നമ്മൾ ഈ പറയുന്ന വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മണ്ഡലമാണോ നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ 6 മാസം എന്ത് ചെയ്യണം, താമസിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ടൊരു ടേബിളിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ചോദിക്കും 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന അന്ന് മുതൽ എന്താണ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 326 എന്ന് പറയുന്ന ആർട്ടിക്കിൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതാണ്. എത്രയോ തവണ ചോദിച്ചതാണ്. 326 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്താണ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, 326 എന്ന കാര്യം ഓർക്കാം. 326 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ സാർവത്രിക എന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ആ ആ 3 കൊണ്ട് ഓർക്കുക. അതിന്റെ തൊട്ട് പിറകിലായിട്ടുള്ള ഒരു വായില്ലേ, വായിനെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 കാണാം. ഈ 3ഉം 2ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ആ ഒരു രീതി വേണമെങ്കിൽ ഓർത്തിരിക്കാം, കണക്ട് ചെയ്ത് ഓർക്കാം. നമ്മുടെ ചോദ്യ പേപ്പറിൽ ഈ സാർവത്രിക എന്ന പേര് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 2-3 തവണ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 3 കിട്ടും, വാ തിരിച്ചാൽ 2 കിട്ടും, അത് 2ഉം ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാം ആർട്ടിക്കിൾ 326. 1989 വരെ എന്തായിരുന്നു, വോട്ടവകാശത്തിലുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വോട്ടിംഗ് പ്രായം എന്താണ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചത്. ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. 61ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21ൽ നിന്നും 18 ആയിട്ട് കുറച്ചു. അപ്പൊ നോക്കുക, രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് വോട്ടിംഗ് പ്രായം 21ൽ നിന്നും 18 ആയിട്ട് കുറച്ചത് ഏത് ഭേദഗതിയാണെന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 61ാമത്തെ ഭേദഗതിയാണ്. എത്രാമത്തെ ഭേദഗതിയാണ്, 61ാമത്തെ ഭേദഗതിയാണ്. 61ാമത്തെ ഭേദഗതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് മാറുന്ന വോട്ടിംഗ് രീതികൾ എന്ന് പറഞ്ഞ ചെറിയൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് കാലത്തെ വോട്ടിംഗ് രീതിയിൽ ഇന്ന് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും പ്രദർശിപ്പിച്ച പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ സജ്ജീകരിക്കുകയും സമ്മതിദായകർ താങ്കൾക്ക് ലഭിക്കുന്ന എഴുതാത്ത ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന വോട്ടിംഗ് രീതിയായിരുന്നു ആദ്യത്തെ 2 പൊതു തിരഞ്ഞെടുപ്പുകൾ പിന്തുടർന്നത്. അപ്പോൾ ആദ്യത്തെ 2 പൊതു തിരഞ്ഞെടുപ്പിൽ പിന്തുടരുന്ന എന്താണ്, ഈ പറയുന്ന ബാലറ്റ് പെട്ടി, അതിൽ ഈ പറയുന്ന മത്സരിക്കുന്ന വ്യക്തികളുടെ പേരും അതിൻ്റെ ചിഹ്നങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്താണ്, ഒരു പേപ്പർ, ഒന്നും എഴുതാത്തൊരു പേപ്പർ ഉണ്ടായിരിക്കും, അത് പോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇട്ടാൽ മതി. ആ പെട്ടിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണോ അവരുടെ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇട്ടാൽ മതി. എന്നാൽ പിന്നീട് നോക്കുക, ഇത് ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നു. ഇനി സമ്മതിദായകർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് 2ാം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിച്ചത് എന്ന കാര്യം ഓർക്കാം. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ്, സമ്മതിദായകർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് എന്താണ്, ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് നമുക്ക് അവിടെ ഈ ബാലറ്റ് പേപ്പറിൽ അവരുടെ ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ബാലറ്റ് പെട്ടിയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക. അതായിരുന്നു പിന്നീട് നമ്മൾ ഫോളോ ചെയ്ത്. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ്, 1990കളുടെ അവസാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്താണ്, നമ്മുടെ EVM അത് അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. നോർത്ത് പറവൂർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലാണ് ആദ്യമായിട്ട് എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് രാജ്യത്ത് എല്ലായിടത്തും എന്താണ് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്, EVM ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വായിക്കുക വഴി നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ ആദ്യം പറഞ്ഞ ആ 2 പോയിന്റുകളൊന്നും നമുക്ക് ശരിക്കും അറിയുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു അറിവ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമാണ് ഇവിടെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനപ്രതിനിധിയാകാനും എല്ലാ പൗരന്മാർക്കും എന്താണ്, അവകാശമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എന്താണ്, മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അപ്പോൾ എവിടെ പേര് വരണം, വോട്ടർ ലിസ്റ്റിൽ പേര് വരണം. അങ്ങനെ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന അയോഗ്യതകളൊന്നും തന്നെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കാം. മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഇനി
നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രപതി ഇലക്ഷന് മത്സരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കവിടെ 35 വയസ്സ് പൂർത്തീകരിക്കണം. ഉയർന്ന പ്രായപരിധി ഒന്നും പറയുന്നില്ല. ഇനി ഉപരാഷ്ട്രപതി ആണെങ്കിലോ 35 വയസ്സ് അവിടെ പൂർത്തീകരിക്കണം. രാജ്യസഭാ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിക്കാൻ പോയാൽ 30 വയസ്സ് വേണം മിനിമം. ഇനി ലോകസഭയാണെങ്കിലോ സംസ്ഥാന നിയമസഭയാണെങ്കിലോ 25 വയസ്സാണ് മിനിമം വേണ്ടത്. നഗരസഭകളിലേക്ക് മത്സരിക്കാനും പഞ്ചായത്തിലേക്ക് മത്സരിക്കാനും 21 വയസ്സാണ്. മാക്സിമം പ്രായപരിധിയൊന്നുമില്ല, മിനിമം പ്രായപരിധിയാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി എത്രയാണ്? 35 വയസ്സ്. ഇനി നമ്മുടെ രാജ്യസഭ അതുപോലെ തന്നെ ലോകസഭ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ രാജ്യസഭയിലെ MP ആവണമെങ്കിൽ 30 വയസ്സ്, ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്ക് MP ആകാനും MLA ആകാനും വേണ്ടത് 25 വയസ്സ്. നഗരസഭകളിലേക്ക് മത്സരിക്കാൻ, പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ 21 വയസ്സ്. ഇതൊക്കെ എപ്പോഴും PS റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. രാഷ്ട്രപതി 35, ഉപരാഷ്ട്രപതി 35, അതേപോലെ തന്നെ നമ്മുടെ രാജ്യസഭ MP ആകാൻ 30 വയസ്സ്, ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും 25 വയസ്സ്. ഇനി പഞ്ചായത്ത് നഗരസഭകൾ 21 വയസ്സാണ്. സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത്. ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം നൽകി. അപ്പൊ നമ്മുടെ ഭരണഘടന എന്ത് രൂപം നൽകിയിരിക്കുന്നു? സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് രൂപം നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ യാതൊരു വിധത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം എന്താണ്? സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. ഇപ്പൊ എത്ര പേരുണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര പേരുണ്ട്? 3 പേരാണുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അദ്ദേഹത്തിന്റെ താഴെയായിട്ട് 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് 2 കമ്മീഷണർമാരുമാണുള്ളത്. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ നിയമിക്കുന്നത്. ഈ പറയുന്ന ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും കമ്മീഷണർമാരെയും നിയമിക്കുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്താണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല. ഇവിടെ നമ്മൾ ഈ പറയുന്ന പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഇത് ചിലപ്പോൾ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വരാവുന്ന പോയിന്റാണ് ഇനി പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും അദ്ദേഹത്തിന്റെ താഴെയായിട്ട് എന്താണ് 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ട്. അതുകൂടാതെ നമ്മൾ എന്താണ് ഇവരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ ഓർക്കുക, തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ എന്തില്ല? ഉദ്യോഗസ്ഥ വൃന്ദമില്ല. അത് ആര് കൊടുക്കണം? ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയമിക്കണം. ഇപ്പൊ നമ്മൾ ജോലിയൊക്കെ കിട്ടിയിട്ട് പോയാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ തിരഞ്ഞെടുപ്പ് ജോലിക്ക് പോകണം, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അത് കൊടുക്കുന്ന ആരാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടോ? ഇല്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി, സുഗമമായിട്ട് നടത്താൻ വേണ്ടി അതിനുള്ള ആൾക്കാരെ കൊടുക്കേണ്ടത്, ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൊടുക്കേണ്ട ആരാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന ഇലക്ഷനുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷൻ, അതിന് മുകളിലുള്ള രാഷ്ട്രപതിയുടെ ഇലക്ഷൻ, അതേപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊന്നാണ് നമ്മുടെ രാജ്യസഭ ഇലക്ഷൻ, നമ്മുടെ ലോകസഭ ഇലക്ഷൻ, നമ്മുടെ സംസ്ഥാന നിയമസഭ ഇലക്ഷൻ. ഇത്രയും ഇലക്ഷനുകൾ ആരാണ് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരിക്കൽ കൂടി പറയാം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ, ഇത്രയും ഇലക്ഷനുകൾ നടക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി നോക്കുക, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്ന ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എന്തുണ്ട്? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അദ്ദേഹത്തിന് ചുമതല എന്താണ്? നമ്മുടെ പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന കാര്യം ഓർക്കുക. ബാക്കി എല്ലാ ഇലക്ഷനും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയത്ത് ഈ പറയുന്ന പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ആരുടെ കീഴിലാണ് വരുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് വരുന്നത്. നമുക്കറിയാം 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. നിലവിൽ നമ്മുടെ കേരളത്തിൽ ആരാണ്?
ശ്രീ എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കാര്യം ഓർക്കുക. ആദ്യത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? സുകുമാർ സെൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നിലവിൽ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ശ്രീ രാജീവ് കുമാർ ആണ്. അപ്പൊ നമ്മളെ പരീക്ഷയ്ക്കാവുന്ന സമയത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാറ്റം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതിൽ നിന്നാണ് ചോദ്യം വരുന്നത്. തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചുമതലയാണ്. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ, ഇതൊക്കെ എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് പുറത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ഇതിൽ ഉൾപ്പെടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് പുറത്തായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൽ ഉൾപ്പെടില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ. അത് പിന്നെ നമുക്കറിയാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ഓർക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, അപ്പോൾ ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, പിന്നെ വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കണക്കുകളൊക്കെ പരിശോധിക്കൽ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളും തീയതിയും പ്രഖ്യാപിക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കലൊക്കെ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. ഇനി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയ പ്രവണതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു സബ് ഹെഡിങ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിപൂർവമാക്കാനായി നാം സ്വീകരിച്ച നടപടികളെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് പൂർണ്ണമായി ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ചില അനഭിലഷണീയ പ്രവണതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്താണ്? പണത്തിന്റെ സ്വാധീനം നമ്മൾ കേൾക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിനെ ചിലപ്പം സ്വാധീനിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്താണ്? വോട്ടർമാരെ പണം കൊണ്ട് സ്വാധീനിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായി എന്താണ്? പണം ചെലവഴിക്കുന്നത്. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എന്താണ്? അതിക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. പോളിംഗ് ദിനത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾ, തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും ഒക്കെ ആ ഒരു ഇതിലാണ് ഉൾപ്പെടുന്നത്. ഇനി ജാതി മത വിഭാഗങ്ങളുടെ സ്വാധീനം വരാറുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണ്? ജാതിമത പരിഗണനകൾ സ്വാധീനം ചെലുത്തും. ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഇനി സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പോകാൻ പോകുന്ന ഇലക്ഷനിൽ പോലും നമ്മളത് കാണാൻ പറ്റുന്നതാണ്. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരിക്കും ഉണ്ടാകുക. ഇവിടെ നോക്കുക, എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയ പ്രവണതകളാണ് ഇതെന്ന് പറയുന്നത്. അതെന്തെല്ലാമാണ്? പണത്തിന്റെ സ്വാധീനം, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച അതിക്രമങ്ങൾ, ജാതി മത വിഭാഗങ്ങളുടെ സ്വാധീനം, ഇനി സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്. ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒരുപക്ഷെ ഇതൊക്കെ എന്താണ്? ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം SCRT കൃത്യമായി പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ തരാവുന്നതാണ്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി തിരഞ്ഞെടുപ്പും പരിഷ്കാരങ്ങളുമാണ് പഠിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ന്യൂനതകളാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ അനിവാര്യമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എങ്ങനെ പരിഷ്കരിക്കാൻ സാധിക്കും? തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന ചില പരിഷ്കാരങ്ങളാണ് ഇനി പറയുന്നത്. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. അപ്പം നമ്മുടെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കള്ളവോട്ടുകളൊക്കെ നടക്കാറുണ്ടല്ലോ, കള്ളവോട്ടുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു തരത്തിൽ എന്താണ് തടയുക എന്നത് ഈ പറയുന്ന നമ്മുടെ ഈ വോട്ടർ ID യിൽ ഇപ്പോൾ നമ്മുടെ മുഖം കാണിക്കുന്നുണ്ട്, നമ്മുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഈ കള്ളവോട്ടുകളൊക്കെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? തടയാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത്. സമ്മതിദായകരുടെ, അതായത് നമ്മുടെയൊക്കെ ഫോട്ടോ പതിച്ച് എന്താണ്? തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. ഇത് എന്തിൽ പെടുന്നു? ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിൽ പെടുകയാണ്. അപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ്? കാലഘട്ടത്തിനനുസരിച്ച് എന്താണ്? പരിഷ്കാരങ്ങൾ വരികയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. ഇനി സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി നിശ്ചയിച്ചു. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് തന്നെ നമ്മളിവിടെ പറഞ്ഞു എന്താണ്? അമിതമായിട്ട് പണം ചെലവഴിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾക്കും
എത്ര പണം ചെലവഴിക്കാം എന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, നിശ്ചയിക്കുന്നു, ഒരു പരിധി നിശ്ചയിക്കുന്നു. ഇനി രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടമൊക്കെ നടപ്പിലാക്കി. ഇനിയോ തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി. ഇതൊരു പരിഷ്കാരമാണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം നമ്മൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചു, പിന്നെ EVM ആണ് വന്നത് 1990 ശേഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വോട്ടർ പട്ടികയിലും എന്താണ്, നമ്മളെ ഫോട്ടോ കിട്ടി അല്ലെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നമ്മുടെ വോട്ടർ ID ഉണ്ടാകും, നമ്മുടെ ഈ പറയുന്ന വോട്ടർ പട്ടികയിലും നമ്മുടെ ഫോട്ടോ ഉണ്ടാകും. ഇത് രണ്ടും കൂടെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ മാച്ച് ചെയ്ത് നോക്കും. അതുവഴി എന്താണ്, കള്ളവോട്ടുകളൊക്കെ പരമാവധി തടയാൻ പറ്റും. ഇനി നിഷേധ വോട്ട് സമ്പ്രദായം എന്താണ് നടപ്പിലാക്കി. നിഷേധ വോട്ട് സമ്പ്രദായം എന്താണ് നടപ്പിലാക്കി, അതായത് നോട്ടയൊക്കെ നടപ്പിലാക്കിയത് ഒരു പരിഷ്കാരമാണ്. ഇനി ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. ബാലറ്റിൽ എന്താണ്, സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. നമ്മുടെ ഈ പറയുന്ന വോട്ട് ചെയ്യാൻ പോകുന്നിടത്ത് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഈ പേരൊന്നും വായിക്കാൻ പറ്റാത്ത, സാക്ഷരത ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ ചിത്രം കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് രേഖപ്പെടുത്താൻ പറ്റും. അതൊക്കെ കുറെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് ഉണ്ടാക്കിയതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്തെല്ലാമാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി നിശ്ചയിച്ചു. രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നിഷേധ വോട്ട് സമ്പ്രദായം നടപ്പിലാക്കി. പിന്നെ ബാലറ്റിൽ എന്താണ്, സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. ഇനി എന്താണ് നിഷേധ വോട്ട് എന്നതിൻ്റെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന നിഷേധ വോട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി ഉൾപ്പെടുത്തിയ നോട്ട, നൺ ഓഫ് ദി എബോ എന്നാണ് നോട്ടയുടെ പൂർണ്ണരൂപം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നൺ ഓഫ് ദി എബോ. നോട്ട എന്നതിൻ്റെ പൂർണ്ണരൂപം നൺ ഓഫ് ദി എബോ എന്നാണ്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും ഏറ്റവും അവസാനമായിട്ട് എന്താണ്, നോട്ട എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ പറഞ്ഞ സ്ഥാനാർത്ഥികളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധ വോട്ട് രേഖപ്പെടുത്താൻ പറ്റും. ഇനി അടുത്തത് എന്താണ്, ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ്. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേരിനും ചിഹ്നത്തിനുമൊപ്പം എന്താണ്, ചിത്രം കൂടി പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. അതാണ് നമ്മളിവിടെ അവസാനം പറഞ്ഞത്, ബാലറ്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടായ മേന്മകളാണ് ഇവിടെ പറയുന്നത്. സ്ഥാനാർത്ഥികൾക്കെതിരെ അതേ പേരുള്ള അപരന്മാർ വ്യാപകമായതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നിരക്ഷരായ വോട്ടർമാർക്ക് പോലും എന്താണ്, അവരുടെ വോട്ടവകാശം ശരിയായ വിധത്തിൽ എന്താണ് ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് നിരക്ഷരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വായിച്ചു നോക്കാൻ പറ്റില്ലായിരിക്കും. അവർക്ക് ഈ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും എന്നതാണ് ഇവിടെ ഒരു മേന്മയായിട്ട് പറയുന്നത്. നമ്മൾ അടുത്തിടെ വലിച്ചപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അറിയാലോ. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകളെ കുറിച്ച് ആണ് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരാൻ പറ്റും. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഗവൺമെന്റിന്റെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുക. ഗവൺമെന്റിനെയും ജനങ്ങളെയും എന്താണ് ബന്ധിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ എന്താണ് വിജയിച്ച് അധികാരത്തിലേക്ക് വരുന്നു. അതുവഴി അവര് ഗവൺമെന്റ് രൂപീകരിക്കുന്നു. അപ്പൊ നമ്മളെയും ഗവൺമെന്റിനെയും ബന്ധിപ്പിക്കുന്ന ആരാണ്, ഈ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇനി പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു. ഇത് എന്താണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയാണ്. രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ എന്താണ്, ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ എവിടെ നിൽക്കുന്നു, ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുന്നു. ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് ആര് പ്രവർത്തിക്കുന്നു, ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ആ പ്രതിപക്ഷം എന്താണ്, നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ നല്ല ഭരണം ഉണ്ടാകും എന്ന് നമുക്കറിയാലോ. നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ഈ പറയുന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നല്ല ഭരണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ PSC നിയമനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് സർക്കാരിന്റെ ആ വകുപ്പിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നിയമനങ്ങളൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. അപ്പോൾ ഇത്തരത്തിൽ നല്ല പ്രതിപക്ഷം വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് ആര് പ്രവർത്തിക്കുന്നു, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു. വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വെക്കുന്നു. എന്താണ് മുന്നോട്ട് വെക്കുന്നു എന്നും കൂടെ ഇവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകളാണ് പറയുന്നത്. എന്തെല്ലാമാണ് ചുമതല, ഗവൺമെന്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു. രണ്ടെന്താണ് പറയുന്നത്, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു. മൂന്നെന്താ പറയുന്നത്, രാഷ്ട്രീയ അവബോധവൽക്കരണം നടത്തുന്നു. പിന്നെന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു. പിന്നെ പറയുന്നത് എന്താണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ക്രിയാത്മക
പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു, ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നു, വിവിധ നയങ്ങളും പരിപാടികളും എന്താണ് മുന്നോട്ട് വെക്കുന്നു. ഇതൊക്കെ എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നോക്കുക, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകളും അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ലഘു ലേഖയാണ്. അപ്പോൾ നമ്മുടെ ഈ LDC എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കുറേ പ്രകടന പത്രികകളുടെ ഒരു കോപ്പി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് പ്രകടന പത്രിക എന്ന് കൃത്യമായിട്ട് അപ്പോൾ വായിച്ചു നോക്കി മനസ്സിലാക്കാനും പറ്റും. ഇനി നോക്കുക, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ എവിടെ രജിസ്റ്റർ ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. ദേശീയ പാർട്ടികളും സംസ്ഥാന പ്രാദേശിക പാർട്ടികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പാർട്ടികളെ രണ്ടായി തിരിക്കാം, ദേശീയ പാർട്ടികളെന്നും സംസ്ഥാന പ്രാദേശിക പാർട്ടികളെന്നും തിരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായോ സംസ്ഥാന പാർട്ടിയായോ അംഗീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ദേശീയ പാർട്ടി, എന്താണ് സംസ്ഥാന പാർട്ടി, എന്താണ് രജിസ്റ്റേർഡ് പാർട്ടി എന്ന 3 കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ പോവാണ്. പൊതുവെ ദേശവ്യാപകമായിട്ട് പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്നവയാണ് എന്ത്? ദേശീയ പാർട്ടികൾ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ദേശവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നു, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ സ്വാധീനമുണ്ട്, അത്തരത്തിലുള്ള ഒരു പാർട്ടിയെ നമുക്ക് ദേശീയ പാർട്ടി എന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഒരു ദേശീയ പാർട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുകയാണ് എന്താണ് ദേശീയ പാർട്ടി എന്ന്. ഇനി സംസ്ഥാന പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സംസ്ഥാന പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനം. ഈ ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ധാരാളം പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് നിവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടികളായതിനാൽ ഇവയെ രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേശീയ പാർട്ടിയായിട്ട് നമ്മൾ ഒരു പാർട്ടീനെ പ്രഖ്യാപിക്കണമെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് നമ്മുടെ ഒരു പാർട്ടീനെ പ്രഖ്യാപിക്കണമെങ്കിലും കൃത്യമായിട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ആ മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദേശീയ പാർട്ടിയായിട്ടും സംസ്ഥാന പാർട്ടിയായിട്ടും എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യാത്ത പാർട്ടി പക്ഷേ അവ എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പാർട്ടികളെയാണ് നമ്മൾ രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന് പറയുന്നത്. നോക്കാം എന്തെല്ലാം മാനദണ്ഡങ്ങൾ ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ തവണ PSC ചോദിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ഇതിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. കൂടാതെ എന്താണ്? 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ ഒരു ദേശീയ പാർട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നു. ആ ലോക്സഭാ ഇലക്ഷൻ ആകെ പോൾ ചെയ്ത എന്നാണ് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ലോക്സഭാ ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എന്താണ് നേടിയിരിക്കണം. നമ്മൾ തൊട്ടുമുമ്പ് പരിചയപ്പെട്ടു, പൊതുവെ ഒരു ദേശവ്യാപകമായിട്ട് പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ദേശീയ പാർട്ടി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഈ പറഞ്ഞ കാര്യം നേടിയിരിക്കണം. ഏത് കാര്യം? ലോക്സഭാ ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6%. അപ്പൊ എന്താണ്? ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം. ഇത് കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട്, അവിടെ എന്താ പറയുന്നത്? 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എന്താണ്? 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മാനദണ്ഡം ഇങ്ങനെയാണ്. ലോക്സഭ ഇലക്ഷൻ എടുക്കുന്നു, അവിടെ പോൾ ചെയ്ത വോട്ട് എടുക്കുന്നു, ആ ടോട്ടൽ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിട്ടുണ്ടായിരിക്കണം. അത് കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ദേശീയ പാർട്ടിയായിട്ട് പരിഗണിക്കാം. ഇനി ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ അവിടെ നമ്മൾ നിയമസഭാ ഇലക്ഷനിലേക്കാണ് വരിക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറയുകയാണ്, ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ആ സംസ്ഥാനത്ത് ലഭിച്ചിരിക്കണം നിയമസഭയിലേക്ക്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ആകെ പോൾ ചെയ്ത വോട്ട് അതിന്റെ 6% പ്ലസ് എന്താണ്? 2 സീറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? സംസ്ഥാന പാർട്ടിയായിട്ട് പരിഗണിക്കാൻ പറ്റും.
ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള ദേശീയ പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടി, BJP, അതേപോലെ തന്നെ നമ്മുടെ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ വരുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, BSP, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി. ഇങ്ങനെ 6 പാർട്ടികളാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഈ 6 പാർട്ടികൾ എന്താണ് നിലവിൽ ദേശീയ പാർട്ടി പദവിയുള്ളതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോൾ മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പഠിച്ചു വെക്കുക. അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റം നമ്മൾ പഠിച്ചു വെക്കണം. അതിനുശേഷമായിരിക്കുമല്ലോ നമ്മുടെ LDC ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ നിലവിൽ എന്താണ് നമ്മുടെ BJP ഉണ്ട്, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, NPP ഉണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി ഉണ്ട്, BSP ഉണ്ട്, ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട്, പിന്നെ ആം ആദ്മി പാർട്ടി ഉണ്ട്. ഇനി അടുത്ത് പറയുന്നത് മുന്നണി രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമാണ്. നൽകിയിരിക്കുന്ന വാർത്ത നിരീക്ഷിക്കൂ. കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഇന്ത്യ മുന്നണി. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ മുന്നണി രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ എന്താണ്, പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്. ഇതാണെന്ത് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത്തരം മുന്നണികൾ വിജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ എന്താണ്, അവര് ഒരുമിച്ച് എന്താണ് സർക്കാരുകൾ രൂപീകരിക്കും. അത്തരം സർക്കാരിനെ നമ്മൾ മുന്നണി സർക്കാരുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് മനസ്സിലായിരിക്കും. കുറെ പാർട്ടികൾ ചേർന്നിട്ട് എന്താണ് ഒരു ഇലക്ഷനിൽ മത്സരിക്കും. അങ്ങനെ ഇലക്ഷൻ അവര് എല്ലാം നേടിയ സീറ്റ് എന്താണ് ഭൂരിപക്ഷം നേടുന്നു. അങ്ങനെ അവരെന്താണ് സർക്കാർ രൂപീകരിക്കും. അതിനെയാണ് നമ്മൾ മുന്നണി സർക്കാർ എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നണി രാഷ്ട്രീയം പ്രായോഗികമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. 1960കളിലാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകളിൽ ഭൂരിഭാഗവും മുന്നണി സർക്കാരുകളാണ്. ഇന്ന് കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ മുന്നണി സർക്കാരുകളാണ് നിലനിൽക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ കേരളത്തിൽ പരിശോധിച്ച CPI, അതുപോലെ തന്നെ CPIM, അങ്ങനെ പല പല പാർട്ടികളൊക്കെ കൂടി ചേർന്നല്ലേ. അതുപോലെ തന്നെ നമ്മുടെ INC, മുസ്ലിം ലീഗ്, അവരൊക്കെ സഖ്യം ചേർന്നിട്ടല്ലേ ഇലക്ഷനിൽ മത്സരിച്ച് സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് മുന്നണി രാഷ്ട്രീയമായിട്ട് നമുക്ക് പറയാം. അവർ രൂപീകരിക്കുന്ന സർക്കാരിനെ നമുക്ക് മുന്നണി സർക്കാർ എന്നും പറയാൻ പറ്റും. ഇനി നോക്കുക, തെരഞ്ഞെടുപ്പും പ്രവചന ശാസ്ത്രവും, സെഫോളജി, അതെന്താണെന്നാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണെന്ത് പ്രവചന ശാസ്ത്രം അല്ലെങ്കിൽ സെഫോളജി എന്ന് പറയുന്നത്. അഭിപ്രായ സർവേകൾ, മാധ്യമ വിശകലനങ്ങൾ, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോൾ, മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് ഫലങ്ങൾ പ്രവചിക്കാറുള്ളത്. രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള പൊതുജനാഭിപ്രായം പ്രവചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എന്താണ് ഇപ്പോൾ പ്രവചനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് കുറെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പ്രത്യേകതകൾ പരിചയപ്പെട്ടല്ലോ. ഇതുവരെ വിശകലനം ചെയ്തതിൽ നിന്ന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കൃത്യമായ ഇടവേളകളിൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കാം. ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ അവബോധവും യുക്തിസഹമായ തീരുമാനം എടുക്കാനുള്ള കഴിവും സജീവ രാഷ്ട്രീയ പങ്കാളിത്തവും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എങ്കിൽ മാത്രമേ എന്താണ് ജനാധിപത്യം അർത്ഥവത്താകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു അധ്യായം, നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഈ പറയുന്ന ശ്യാം ശരൺ നേഹി പറഞ്ഞ ഈ ഒരു വാക്കിലൂടെ അവസാനിപ്പിക്കാം. വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണത്. അപ്പോൾ ഈ ഒരു വാക്കിലൂടെ ഈ ഒരു ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തുടർന്നുള്ള നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളും ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. നമ്മളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ നമ്മൾ സിന്ധു നദിയെക്കുറിച്ചും ഗംഗാ നദിയെക്കുറിച്ചും പഠിച്ചു. അതിനുശേഷം ഇനി അവശേഷിക്കുന്ന ബ്രഹ്മപുത്ര നദിയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. ഒപ്പം നമ്മളിപ്പോൾ SCRT ബേസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് 4 ചാപ്റ്ററുകൾ, ഇമ്പോർട്ടൻ്റ് ആക്ട്, കേരള ഗവർണൻസ്, ഇതൊക്കെ ഉൾപ്പെടുന്ന 4 ചാപ്റ്ററുകൾ പഠിപ്പിച്ചു ഈ ഒരു ക്ലാസ്സോടുകൂടി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ LDC LGSന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം. ഇനി കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നല്ല റാങ്ക് ഉണ്ടെങ്കിലേ ജോലി കിട്ടുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എങ്കിൽ മാത്രമേ PSC ജോലി നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.